ഇമാം മഹദിയാകുന്നതിനു മുമ്പ് ദജ്ജാൽ ഉണ്ടായാൽ ഏതാണുണ്ടാകുക എന്ന് ചിന്തിച്ചു നോക്കുക. ദജ്ജാൽ എന്തു ചെയ്യും? ഇമാം മഹദിയെ വധിക്കുവാൻ ശ്രമിക്കും. ഇമാം മഹദിയെ കള്ളുകുടിയഞ്ഞും പെണ്ണുപിടിയഞ്ഞും എന്ന് പറയേണ്ട എല്ലാ ചീത്തപേരും ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇമാം മഹദിയുടെ വിദ്യാഭ്യാസം തടയും. പേര് കളങ്കമുണ്ടാകും. ഭ്രാന്തനാണെന്ന് മുദ്രകുത്തും. എല്ലാ തിന്മയും ചെയ്യുന്നത് അവനാണെന്ന് ജനങ്ങളെ കബളിപ്പിക്കും എന്ന് പറയേണ്ട എല്ലാം ചെയ്യും. കാരണമെന്തെന്നാൽ ഇമാം മഹദിയെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇമാം മഹദിയുടെ മുഖം കോലം വരെ മാറ്റുവാൻ സാധിക്കും ദജ്ജാലിന്. ഇമാം മഹദിയെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ രൂപം മാറ്റി വേറെ ഒരുത്തനെ കാണാത്ത രൂപത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എപ്പോഴും നിർത്തുന്നു. അതുകൊണ്ട് ദജ്ജാലിന് വിവരങ്ങൾ ചോർത്താൻ എളുപ്പമാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പീഡനത്തിനും മർദ്ദനത്തിനും ഇരയാകുക ഇമാം മഹദിയായിരിക്കും. കപ്പൽ മുതലാളിയെ പറ്റിച്ച ഉസ്മാൻ കല്യാണം കഴിച്ചത് കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ എന്ന സ്ഥലത്താണ്. ഇദ്ദേഹം വിവാഹം കഴിച്ച ശേഷം അവിടെ ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും മുഖം ഒരുപോലെ സാദൃശ്യം വന്നു തുടങ്ങി. ആ തായിലക്കണ്ടി കുടുംബത്തിലെ എല്ലാവരുടെയും മുഖം സാദൃശ്യം വന്നു തുടങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഉസ്മാന്റെ മകനായ ഹാഫ്സീർ എന്ന പേരിൽ ജനിച്ച സലാമിന്റെ മകനായി ജീവിക്കുന്ന റംഷാദ് എന്ന ദജ്ജാൽ ജനിക്കുന്നത് 1992 ജനുവരി 2 വ്യാഴാഴ്ച രാത്രിയിലാണ്. ഹാഫ്സീർ എന്ന പേരിൽ ജനിച്ച സലാമിന്റെ മകനായി ജീവിക്കുന്ന റംഷാദ് എന്ന ദജ്ജാലിന്റെ കഴിവുകൾ. മനുഷ്യന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് വായിച്ചെടുക്കാൻ പറ്റും. സ്ത്രീകളെ വശീകരിക്കാനുള്ള കഴിവ്, കാണാത്ത രൂപത്തിലാകാനുള്ള കഴിവ്, ചുവന്ന വാഹനത്തെ അപ്രത്യക്ഷമാകുവാനുള്ള കഴിവ്, നല്ല പവറുള്ള ലൈറ്റ് ടോർച്ച് ഉപയോഗിച്ച്, ആളുകളെ കണ്ണിൽ നോക്കി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്താനുള്ള കഴിവ്, തണുത്ത വെള്ളത്തെ ചൂടുവെള്ളമാക്കുകയും ചൂടുവെള്ളത്തെ തണുത്ത ഐസ് വെള്ളം പോലെ തണുപ്പിക്കാവാനും കഴിയുന്ന കഴിവ്, ആളുകളെ ഭ്രാന്തനാകുവാനുള്ള കഴിവ്, മെന്റലിസ്റ്റ് പോലുള്ള കഴിവ്, ആളുകളെ കൂട്ടി വാഹനത്തിൽ പോകുമ്പോൾ റോഡിൽ കുണ്ടും കുഴിയും തോന്നിപ്പിക്കാൻ കഴിയും. റോഡില്ലാത്ത സ്ഥലത്ത് റോഡുള്ളതുപോലെ തോന്നിപ്പിക്കുകയും വലിയ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. 2013 2014 കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന പ്രദേശത്തെ കേസിന്റെ അവിടത്തെ നിയാസ് എന്ന പേരുള്ളൊരു മനുഷ്യൻ മുഹമ്മദിനെ കാണുന്നു. അപ്പോൾ മുഷിഞ്ഞ പഴക്കമുള്ള ഡ്രസ്സിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെയിരിക്കെ നിയാസ് ചോദിച്ചു, "നിന്റെ കയ്യിൽ പാസ്പോർട്ടുണ്ടോ? നിന്നെ ഞാൻ സൗദിയിലെത്തിക്കാമെന്ന് പറഞ്ഞു. നാളെ രാവിലെ നിന്നെ വിളിക്കാം, വൈകുന്നേരം നമുക്ക് പോകാമെന്ന് പറഞ്ഞു." അങ്ങനെ തയ്യാറായി നിന്ന നിയാസ് വിളിച്ചു പറഞ്ഞു റെഡിയായി നിൽക്കുവാൻ. അങ്ങനെ തയ്യാറായി കാത്തുനിന്നു. മുഹമ്മദ് നിയാസിനെ വിളിച്ചു കിട്ടുന്നില്ല. യാത്രയിലാണ് അറിയുന്നത് നിയാസ് മട്ടന്നൂരിൽ നിന്നും വരുമ്പോൾ വലിയ താഴ്ചയുള്ള കുഴിയിൽ വീണ് മരണപ്പെട്ടുപോയി എന്ന്. കൂടെയുണ്ടായിരുന്നത് ഹാഫ്സീർ എന്ന പേരിൽ ജനിച്ച സലാമിന്റെ മകനായി ജീവിക്കുന്ന റംഷാദും കൂട്ടരുമാണ്. പക്ഷേ ബാക്കിയുള്ള ഒരാളുടെയും നില ഗുരുതരമല്ല എന്നും അറിയാൻ കഴിയുന്നത്. 2015 ഹൈദരാബാദിലുള്ള മുഹമ്മദിന് ഒരു ഫോൺ കോൾ വന്നു. അഷ്റഫാണ് വിളിച്ചത്. "നീ ഹൈദരാബാദിൽ ഹിന്ദു കുട്ടിയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് കേട്ടു" എന്ന് അഷ്റഫ് ചോദിച്ചു. മുഹമ്മദ് പറഞ്ഞു, "ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി തെലുങ്ക് ഭാഷയും ഹിന്ദി ഭാഷയും എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഹിന്ദു കുട്ടിയെ കല്യാണം കഴിക്കുന്നത്?" കോൾ തനിയെ കട്ടാകുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞു അഷ്റഫിന്റെ മരണവാർത്തയാണ് അറിയുന്നത്. സ്കൂട്ടറിൽ അഷ്റഫ് പോകുമ്പോൾ വലിയ ലോറിയെ കാണാതെ പോയി എന്നാണ് പറയുന്നത്. ലോറി കയറി മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഉസ്മാന്റെ മകനായ ഹാഫ്സീർ എന്ന പേരിൽ ജനിച്ച റംഷാദ് എന്ന ദജ്ജാൽ എന്നവൻ സ്വർഗത്തെ ഇങ്ങോട്ട് മാറ്റിയെന്ന് മരണപ്പെട്ടുപോയ ഒരാൾ ഓഗസ്റ്റ് 15 2018 രാവിലെ 3 മണിക്ക് മുഹമ്മദിനെ വിളിപ്പിച്ചു പറഞ്ഞത്, "ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇത് നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് എത്തിച്ചു കൊടുക്കുക, ദയവായി അറിയിച്ചു കൊടുക്കുക." 2018 ഓഗസ്റ്റ് 14 ജാബിറിന്റെ ഉമ്മയുടെ അടുത്ത് ഒരു ഫോൺ കോൾ വന്നു. മുഹമ്മദിനെ അമൃത ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് നടക്കുമ്പോൾ ജാബിർ അവിടെ ഉണ്ടായിരുന്നു. ഇതു കേട്ട ജാബിർ ഹാഫ്സീർ എന്ന പേരിൽ ജനിച്ച റംഷാദ് എന്ന ദജ്ജാലിനെ അറിയിക്കുന്നു. അവൻ അവിടെ എത്തുന്നു. മുഹമ്മദിന്റെ ശരീരത്തിൽ കയറുന്നു. എന്നിട്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു. പക്ഷേ മുഹമ്മദിന് കൂടെയുള്ളത് അറിയില്ല എന്നു മാത്രം. അവർ കൂട്ടമായി ശരീരത്തിൽ കയറി നിസ്കാരത്തെപ്പോലും ഇല്ലാതാകുന്നതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഇവരെക്കുറിച്ച് എഴുതിയത് കേട്ടോളൂ. ഇവർ ശരീരത്തിൽ കയറിയാൽ കൂടുതൽ ദാഹവും വിശപ്പും അനുഭവപ്പെടും. എത്ര കഴിച്ചാലും വെള്ളം കുടിച്ചാലും ദാഹവും വിശപ്പും അനുഭവപ്പെടും. നടക്കുമ്പോൾ ഭാരം,
സാധാരണ ഉള്ള മനുഷ്യഭാരത്തേക്കാൾ ഒരാളുടെ ഭാരം 2 കിലോ കൂടും. കൂടുതൽ പേരുണ്ടെങ്കിൽ അതിലും കൂടുതലായിരിക്കും. ഇവർ തീരുമാനിക്കുന്നത് പോലെയായിരിക്കും നടക്കുന്നത്. ദേഷ്യം, കോപം, ചിന്തിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ശരീരത്തിലുള്ള ആളുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇങ്ങനെയുള്ളപ്പോൾ മനസ്സിലാക്കുക, ഇടയ്ക്കിടയ്ക്ക് പഞ്ഞി വന്നിട്ട് പോകും. ജലദോഷം, തലവേദന, പെട്ടെന്ന് ഭക്ഷണം പോലും കഴിക്കാതെ വയറിളകുക, നോമ്പിന് പോലും വയർ സാധാരണയുള്ളതിനേക്കാൾ വലിപ്പം കൂടുന്നത്, പെട്ടെന്ന് മുടി വലുതാകുക, കുറച്ചു ദിവസം കൊണ്ട് തടിക്കുക, വെയിറ്റ് കൂടുന്നത്, തല പെരുകുന്നതുപോലെ തോന്നുന്നത്, നടുവേദന, പരടിവേദന, കണ്ണ് അടച്ചുപിടിച്ച് ലൈറ്റ് നോക്കുമ്പോൾ ലൈറ്റ് കണ്ണിലെത്തുന്നത്, ചില സമയത്ത് വേഗത കൂടുന്നത്, വെള്ളത്തിൽ ഊതിത്തന്നാൽ അവരുദ്ദേശിച്ച ആളുകൾ അവിടെ കാണാത്ത രൂപത്തിലാകുന്നത്, പൈൽസ് പോലുള്ളത് രക്തമുണ്ടാകുന്നത്, പുറം വേദന, ഇങ്ങനെ ഒരുപാടുണ്ട്. ഉസ്മാനും ജാബിറിന്റെ ഉമ്മയും ജന്മം നൽകിയത് ദജ്ജാലിനാണേലോ. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം അൽ കഹഫ് സൂറത്ത് ഓതുന്നത്, അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഓത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു, മൂസാ നബി ഒരു പണ്ഡിതന്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു ബാലനെ കൊല്ലുകയും കുഴിച്ചു മൂടുന്നതും. വെറുതെ ഓതാൻ വേണ്ടി ഇറക്കിയതല്ല ഹദീസും ഖുർആനും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമായിരിക്കുന്നു. അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിക മതവിശ്വാസികളുടെ ഹൃദയത്തിലും മനസ്സിലും പ്രവൃത്തിയിലും ഹദീസും ഖുർആനും ഉണ്ടാകില്ല. അത് എടുത്തു മാറ്റപ്പെടുമെന്ന് സത്യം തന്നെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഹൃദയത്തിലും മനസ്സിലും പ്രവൃത്തിയിലുമായിരുന്നു ഹദീസും ഖുർആനും. അവർ പാറകളുടെയും മരത്തിന്റെ മാനിന്റെ തോലുകളിലും രേഖപ്പെടുത്തിവെച്ചെങ്കിലും അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നത് അവരുടെ ഹൃദയത്തിലും മനസ്സിലും പ്രവൃത്തിയിലുമാണ്.